അന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. സ്കൂൾ കലോത്സവത്തിൻ്റെ നാളുകൾ. ഉപജില്ലാ മത്സരങ്ങളിൽ മാപ്പിളപ്പാട്ടിന് 1ാം സ്ഥാനവും വാങ്ങി വലിയൊരു സ്വപ്നവുമായി ഞാൻ ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥനയോടെ അമ്മയും അച്ഛനുമുണ്ട്. മത്സരം നടക്കുന്ന ആ വലിയ സ്കൂൾ മുറ്റത്തേക്ക് ഞങ്ങൾ നടന്നു കയറി. അവിടെ മുറ്റത്തൊരു വലിയ മാവുണ്ടായിരുന്നു. അതിനു ചുറ്റും സിമൻ്റിട്ട നല്ലൊരു തറയും. പെട്ടെന്നാണ് എൻ്റെ കണ്ണ് ആ മാവിൻ ചുവട്ടിലേക്ക് പോയത്. അവിടെ എനിക്ക് പാട്ട് പഠിപ്പിച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട സാറ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം എൻ്റെ സങ്കോചമെല്ലാം മാറി. ഞാൻ ഓടിച്ചെന്ന് സാറിൻ്റെ അരികിൽ നിന്നു. എന്നെ കണ്ടതും ആ മുഖത്ത് വലിയൊരു സന്തോഷം വിരിഞ്ഞു. സാർ എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, "മോളെ, നമുക്ക് ആ പാട്ട് ഇവിടെ ഇരുന്ന് ഒന്നുകൂടി പാടി നോക്കിയാലോ?" ഞാൻ സന്തോഷത്തോടെ തലയാട്ടി. സാർ ആ മാവിൻ ചുവട്ടിലിരുന്നു. അമ്മയും അച്ഛനും കുറച്ച് മാറി നിന്നു. ഞാൻ കണ്ണുകൾ അടച്ച് സാറ് പഠിപ്പിച്ചു തന്ന ഈരടികൾ പാടിത്തുടങ്ങി. എൻ്റെ ശബ്ദം ആ സ്കൂൾ മുറ്റമാകെ പടർന്നു. പാട്ട് തീർന്ന് ഞാൻ കണ്ണു തുറന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മാവിൻ ചുവടിന് ചുറ്റും ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ പരസ്പരം പറയുന്നത് ഞാൻ കേട്ടു. "ഈ കുട്ടിക്കാണ് കേട്ടോ 1ാം സ്ഥാനം. എന്തൊരു മനോഹരമായിട്ടാണ് പാടിയത്." ആ വാക്കുകൾ എനിക്ക് തന്ന ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. ഒടുവിൽ മത്സരത്തിനായി എൻ്റെ പേര് വിളിച്ചു. ഞാൻ നിറഞ്ഞ പ്രതീക്ഷയോടെ പുഞ്ചിരിയോടെ സ്റ്റേജിലേക്ക് നടന്നു കയറി. സാറും അമ്മയും അച്ഛനുമെല്ലാം സദസ്സിൽ എനിക്കായി കാത്തിരിപ്പുണ്ട്. മൈക്കിന് മുന്നിൽ നിന്ന് ഞാൻ പാടാൻ തുടങ്ങി. പക്ഷേ പാടി പകുതിയായപ്പോഴേക്കും എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. എൻ്റെ മനസ്സിൽ ഇരുട്ട് പടരുന്നത് പോലെ തോന്നി. ആ പാട്ടിൻ്റെ ബാക്കി വരികൾ ഞാൻ പൂർണ്ണമായും മറന്നുപോയി. സ്റ്റേജിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു. എങ്ങനെയൊക്കെയോ പാട്ട് അവസാനിപ്പിച്ച് ഞാൻ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഓടി. പുറത്തെത്തിയപ്പോൾ അമ്മയോ അച്ഛനോ എന്നോടൊന്നും ചോദിച്ചില്ല. എന്നെ ചീത്ത പറഞ്ഞതുമില്ല. പക്ഷേ അവരുടെ മുഖത്തെ ആ സങ്കടം എനിക്ക് താങ്ങാനായിരുന്നില്ല. കണ്ണ് തുടച്ചുകൊണ്ട് ഞാൻ ആ സ്കൂൾ മുറ്റമാകെ സാറിനെ തിരിഞ്ഞു. പക്ഷേ എനിക്ക് സാറിനെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലായിരുന്നു. എന്നെ അത്രയേറെ വിശ്വസിച്ച് പാട്ട് പഠിപ്പിച്ച സാറിൻ്റെ മുന്നിൽ തോറ്റുപോയ കുട്ടിയായി നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. സാറിനോട് എനിക്ക് തോന്നിയ ആ കുറ്റബോധം കാരണം ഞാൻ സാറിൻ്റെ അടുത്തേക്ക് പോകാതെ അവിടെ നിന്ന് മാറി മടങ്ങി. ഇന്നും ആ വലിയ മാവും അതിൻ്റെ ചുവട്ടിലെ പാട്ടും സ്റ്റേജിൽ വെച്ച് മറന്നുപോയ ആ വരികളും എൻ്റെ ഉള്ളിലുണ്ട്. ഒരു പക്ഷേ അന്ന് ഞാൻ തോറ്റുപോയിട്ടുണ്ടാകാം. പക്ഷേ തോൽവികളിൽ തളരരുത് എന്ന വലിയൊരു പാഠമാണ് ആ ദിവസം എന്നെ പഠിപ്പിച്ചത്.